ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ നാലാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 അതാണ് നമ്മുടെ അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അഥവാ വിവരാവകാശം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ നാളുകളിലെല്ലാം ഒത്തിരി മേഖലകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ റൈറ്റ് ടു RTI എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാകും. RTI വെക്കുക എന്ന് കേട്ടില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ RTI വെക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു 10 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ ഏത് പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും? എന്താണ് പബ്ലിക് അതോറിറ്റീസ്, അങ്ങനെ ഓർത്താൽ മതി. ഏത് പബ്ലിക് അതോറിറ്റീസ്, ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എന്ത് വിവരങ്ങളും അറിയണമെങ്കിൽ എന്ന് പറഞ്ഞാൽ റിവീൽ ചെയ്യാൻ പറ്റുന്ന വിവരങ്ങളാണെങ്കിൽ ആ വിവരങ്ങൾ എല്ലാ വിവരങ്ങളും റിവീൽ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചില മാനദണ്ഡങ്ങളുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, റിവീൽ ചെയ്യാത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നതാണ്. അങ്ങനെ വെളിപ്പെടുത്തേണ്ട കാര്യങ്ങൾ നമുക്ക് ഒരു 10 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് പൊട്ടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്രസ്സൊക്കെ എഴുതി എന്താണോ വേണ്ടത്. അതുപോലെ ചരിത്രവും ഭൂമിശാസ്ത്രമൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന വർക്ക് ചെയ്യുന്നു, എനിക്കത് അതുകൊണ്ടൊന്നും പറഞ്ഞ് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അഡ്രസ്സ് വെക്കുക, 2 അഡ്രസ്സും വെക്കുക. എന്താണ് വേണ്ട സാധനം? ഉദാഹരണം ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ഈ വർഷം നമ്മൾ ഇന്ത്യൻ റെയിൽവേയിലോട്ട് കൊടുക്കുകയാണ്. ഈ 2020 അല്ലേ, 2019-നും 20-നും ഇടയ്ക്ക് എത്ര പുതിയ അപ്പോയിൻമെൻറ്റ് നടന്നു എന്ന് നിങ്ങൾക്കറിയണം. അതിന് നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ വെക്കാനായിട്ട് ഇങ്ങനെയാണ് ഈ പേപ്പറിൽ ഫ്രമും ടൂവും എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ മാത്രമേ എഴുതാറുള്ളൂ. 2019-നും 2020-നും ഇടയ്ക്ക് എത്ര അപ്പോയിൻമെൻറ്റ് പുതിയതായിട്ട് ഫ്രഷ് അപ്പോയിൻമെൻറ്റ് നടന്നു, ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, പരിപാടി തീർന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ അതിൻ്റെ ഡീറ്റെയിൽസോ ഫോർമാറ്റ് തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. 10 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ടൈമൊക്കെ പറഞ്ഞ് നിങ്ങളത് ഫ്രണ്ടിലേക്ക് നമ്മൾ പോർഷനിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള കൃത്യസമയത്തിനകം അതിൻ്റെ ഓഫീസർ ആരാണോ, ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ഓഫീസർ ആരാണോ അവർ നിർബന്ധമായും അതിൻ്റെ ഉത്തരം എന്ത് ചെയ്തിരിക്കണം, ഈ കൊടുക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിത് എന്ത് പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള എന്ത് കാര്യങ്ങളെക്കുറിച്ച് വേണേലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈസി ആയിട്ട് ഈ RTI കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് സെക്കൻഡ് പാരഗ്രാഫിൽ we can say our definition. The Right to Information Act is an act to provide for setting out the practical regimen of right to information for citizens to secure access to information coming under the control of public authority in order to promote transparency and accountability in the working of every public authority. എല്ലാ പൊതു സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ പൊതു അധികാര മേഖലകളുടെയും കൃത്യമായ ട്രാൻസ്പെറൻ്റായ സുതാര്യമായതും ഉത്തരവാദിത്വത്തോടും കൂടെ ഉള്ള കടമയോടെ ഉള്ള അവരുടെ കർത്തവ്യം നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയുന്നതിന് വേണ്ടിയും അത് സുതാര്യമായ ഭരണം നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമത്തിൻ്റെ ഒരു ആനുകൂല്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. RTI 2005 ഈ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഓക്കെ, earlier the government administration functioned under strict secrecy and moreover the authorities were not willing to provide information to the citizens. അതായത് നേരത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, പൗരന്മാർക്ക് വിവരങ്ങൾ നൽകുവാനായിട്ട് ആർക്ക് താല്പര്യമില്ലായിരുന്നു. അധികാരവർഗത്തിൽ അല്ലെങ്കിൽ അധികാരികൾക്ക്, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഒത്തിരി അഴിമതികളും പിന്നെ റെഡ് ടാപ്പിസം എന്ന് പറയുന്ന ചുവപ്പ് നാട അല്ലേ, ഫയലുകളൊന്നും നീങ്ങത്തില്ല. എന്തൊരു സാധനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാസങ്ങളോളം മേശയിൽ കിടക്കും. ഇങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്ന സമയത്ത് ഇതിനെല്ലാം നമുക്ക് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു പോംവഴിയായിട്ടാണ് ഇത് കണക്കാക്കുന്നത് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ ആക്ട് അറിയപ്പെടുന്നത്. ആഫ്റ്റർ ദി എനാക്ട്മെൻറ്റ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഓൾ സിറ്റിസൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ. ഇത് പ്രകാരം എല്ലാ സിറ്റിസണും എന്തുണ്ട്, ഈ ഇൻഫർമേഷൻ അറിയുവാനായിട്ടുള്ള അവകാശമാണെന്നാണ് പറയുന്നത്.
ഇതിൻ്റെ പ്രധാനപ്പെട്ട ടേമുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടേമുകളാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടീനായിട്ട് നോക്കി പോകാം. ഒന്ന് പബ്ലിക് അതോറിറ്റി, സെക്ഷൻ 2 സബ്സെക്ഷൻ ബി പറയുന്നതാണ്. ഈ ബ്രാക്കറ്റിൽ കൊടുക്കുന്നതിന് സെക്ഷൻ എന്നാണ് SEC സെക്ഷൻ 2 സബ്സെക്ഷൻ ബി എന്നാണ് അത് വായിക്കുന്നത്. പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നതാണ് ആദ്യത്തെ. എന്താണ് പബ്ലിക് അതോറിറ്റി? പബ്ലിക് അതോറിറ്റി മീൻസ് എനി അതോറിറ്റി ഓർ ബോഡി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൽഫ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അതോറിറ്റിയോ അല്ലെങ്കിൽ ഒരു ബോഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനമോ ഏതിൻ്റെയാണ് പറയുന്നത്? സെൽഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയംഭരണ വിഭാഗം, പഞ്ചായത്തൊക്കെയാണ് വരുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ഓർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇതെങ്ങനെ രൂപീകൃതമായതാണ്? പറഞ്ഞിരിക്കുന്ന 2 കാറ്റഗറി പറഞ്ഞാണോ? ബൈ ഓർ അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്നെങ്കിൽ എന്ത് പ്രകാരമായിരിക്കണം? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമായിരിക്കണം, അഥവാ ഇന്ത്യൻ ഭരണഘടന പ്രകാരമായിരിക്കണം ഒന്നാമത്. 2 ബൈ എനി അതർ ലോ മെയ്ഡ് ബൈ പാർലമെൻറ്റ്. പിന്നെ പറയുന്നതാണ് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമം അനുസരിച്ചാവണം ഇത് വരുന്നത്. പിന്നെ പറയുന്നതാണ് ബൈ എനി അതർ ലോ മെയ്ഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗം പ്രകാരമാണ് ഏതെങ്കിലും എടുത്തിരിക്കുന്നത്. അതുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കാറ്റഗറിയിൽ പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറയുന്നതാണ് ബൈ നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ഓർ ഓർഡർ മെയ്ഡ് ബൈ ദി അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. ഇതിൽ പറയുന്നതാണ് ഓരോ സമയങ്ങളിൽ ഇരിക്കുന്ന കൃത്യമായ അതാത് ഗവൺമെൻറ്റുകൾ ഇറക്കുന്ന നോട്ടിഫിക്കേഷൻസ് പ്രകാരമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വിജ്ഞാപനങ്ങൾ കേട്ടിട്ടല്ലേ, വിജ്ഞാപനങ്ങൾ പ്രകാരമായിരിക്കാം. ഇല്ല ജിയോ എന്ന് പറയും. ജിയോ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓർഡറുകൾ, ഇത് പ്രകാരം നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതും ആകാം. ഇതിനെയല്ല നമുക്ക് എന്തെന്ന് വിളിക്കാം? പബ്ലിക് അതോറിറ്റി എന്ന് വിളിക്കാം. 2 പബ്ലിക് അതോറിറ്റീസ് ഇൻക്ലൂഡ് ഈ വിജ്ഞാപനവും അല്ലെങ്കിൽ സർട്ടൻ ലോസ് എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കറിയാം. ഈ നേരത്തെ ചില കമ്മീഷൻസൊക്കെ, ഈ കസ്തൂരിരംഗൻ കമ്മീഷനൊക്കെ ഇല്ലായിരുന്നു വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി രൂപീകൃതമായത്. അങ്ങനെയുള്ള അതൊക്കെ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഗവൺമെൻറ് ഒരു സോഷ്യൽ ഇഷ്യൂ നടക്കുന്ന സമയത്ത് പ്രത്യേകമായി ഫോം ചെയ്യുന്ന ഒരു ബോഡിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള അർത്ഥമാണ് പറയുന്നത് പബ്ലിക് അതോറിറ്റീസിൻ്റെ അകത്ത് വേറെ വരുന്നതാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, ഗവൺമെൻറ് കമ്പനീസ് ആൻഡ് പ്രൈവറ്റ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒന്നെങ്കിൽ ധനസഹായത്തോടു കൂടി, എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ധനസഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളോ, അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് കമ്പനിയാകാം, അതല്ലെങ്കിൽ പ്രൈവറ്റ് ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആകാം. പിന്നെ പറയുന്നതാണ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, MPs, MLAs. പിന്നെയുള്ള പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്ന അർത്ഥമാണ് പറയുന്നത് ഇന്ത്യൻ പ്രസിഡൻറ്റ്, MP, മെമ്പർ ഓഫ് പാർലമെൻറ്റ്സ്, പിന്നെ മെമ്പർ ഓഫ് ലെജിസ്ലേച്ചർ അസംബ്ലീസ്, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓൾറെഡി എന്ത് ചെയ്യുന്നതാണ് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ നമുക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടി റൈറ്റ് ഇൻഫർമേഷൻ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അതിൻ്റെ അർത്ഥം എന്താണ്, ഇന്നർ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ കൃത്യമായിട്ട് നമുക്ക് എന്ത് തന്നിരിക്കണം? ഇതിന് ഉത്തരം തന്നിരിക്കണം. പിന്നെ പറയുന്നതാണ് ഓൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അറിയാമല്ലോ, അടുത്ത കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത്. പിന്നെ വരുന്നതാണ് അടുത്തതെന്ന് പറയുന്നതാണ് ജുഡീഷ്യറി, ഷിപ്പ്യാർഡ്, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജുഡീഷ്യറി അറിയാം, കോടതികൾ. പിന്നെ പറയുന്നതാണ് യൂണിവേഴ്സിറ്റീസ്, നാഷണലൈസ്ഡ് ബാങ്ക്സ് ആൻഡ് നാഷണലൈസ്ഡ് ഇൻഷുറൻസ് കമ്പനീസ്, എക്സെട്ര. ഈ വരുന്ന കാറ്റഗറിയിൽ ഏതും നമുക്ക് എന്തായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും? പബ്ലിക് അതോറിറ്റി ആയിട്ട് നമ്മൾ ടേം ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്ത പറയുന്നതാണ് കോമ്പിറ്റൻ്റ് അതോറിറ്റി, സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ പറയുന്നതാണ്. കോമ്പിറ്റൻ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? Competent authority means the speaker in the case of House of the People or the Legislative Assembly of a state. ഒന്ന് കേരള സ്റ്റേറ്റ് സ്പീക്കർ അല്ലെ നിയമസഭ സ്പീക്കർ എന്ന് പറയുന്നത് ഒന്ന്. പിന്നെ വരുന്നതാണ് 2 ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇൻ ദ കേസ് സുപ്രീം കോടതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, പിന്നെ എന്താണ് ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ ഓഫ് ദി അതോറിറ്റീസ്. പിന്നെ പറയുന്നതാണ് ദ അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിൻറ്റഡ് അണ്ടർ ആർട്ടിക്കിൾ 239 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം 239 ആർട്ടിക്കിൾ പ്രകാരം പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ. ഇത്രയാണ് പറയുന്നത്. ഇനിയാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അത് വരുന്നതെന്ന് പറഞ്ഞാൽ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ദ യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷൻ. യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നതാണ് കേന്ദ്ര ഭരണപ്രദേശങ്ങൾ എന്ന് പറയുന്നതാണ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. തേർഡ് പാർട്ടി അടുത്തത് ആരാണ്? തേർഡ് പാർട്ടി മീൻസ് എ പേഴ്സൺ അതർ ദാൻ ദ സിറ്റിസൺ
മേക്കിംഗ് എ റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഇൻക്ലൂഡ്സ് എ പബ്ലിക് അതോറിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഇൻഫർമേഷൻ അതായത് നമ്മൾ ഒരു ഇൻഫർമേഷൻ ചോദിച്ച് നമ്മൾ നമ്മുടെ അതോറിറ്റിയോട്, പബ്ലിക് അതോറിറ്റിയുടെ അടുത്തോട്ട് നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വിവരാവകാശം അയക്കുമ്പോൾ നമുക്കതെന്താണ് അതിനകത്ത് വേണ്ടതെന്ന് ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതാണ്. ഇൻഫർമേഷൻ മീൻസ് ഇനി മെറ്റീരിയൽ ഇൻ എനി ഫോം ഇൻക്ലൂഡിങ് റെക്കോർഡ്സ്. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അതിനകത്ത് ഏതൊക്കെ ഫോമിലുള്ള മെറ്റീരിയൽസ് ആകാം? റെക്കോർഡാവാം, ഡോക്യുമെൻറ്റ്സ് ആവാം, മെമ്മോസ് ആകാം, ഇമെയിലുകളാകാം, അഭിപ്രായങ്ങൾ, അത് ഒപ്പീനിയൻസ് ആവാം, അഡ്വൈസസ്, പ്രസ് റിലീസസ്, സർക്കുലേഴ്സ്, ഓർഡേഴ്സ്, ലോഗ് ബുക്ക്, കോൺട്രാക്ട്സ്, റിപ്പോർട്ട്സ്, പേപ്പേഴ്സ്, സാമ്പിൾസ്, മോഡൽസ്, ഡാറ്റ മെറ്റീരിയൽ ഹെൽഡ് ഇൻ എനി ഇലക്ട്രോണിക് ഫോം. ഇലക്ട്രോണിക് ഫോം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നുണ്ട്? അതിനകത്ത് വരുന്ന ഈ CD തൊട്ട് പെൻഡ്രൈവ് വഴി മെമ്മറി കാർഡ്, ചിപ്പുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരാനായിട്ട് പറ്റും. ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എനി പ്രൈവറ്റ് ബോഡി വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ദി പബ്ലിക് അതോറിറ്റി അണ്ടർ എനി അതർ ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്. ഓക്കെ, അതായത് നമ്മൾ പ്രതിപാദിക്കുന്ന സമയത്ത് വിലയുള്ളത് എന്തായിരുന്നോ ആ പറയുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും? അതെല്ലാം അതിൻ്റെ ഇൻഫർമേഷനായിട്ട് വരും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ പെൻഡ്രൈവ് ഒക്കെ ഇറങ്ങുമ്പോൾ CD ആയിരുന്നു ആദ്യം യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഈ ക്രൈം ഫയലിൻ്റെ ഒക്കെ അതിൻ്റെ അകത്ത് CD ആയിരിക്കും വരുന്നത്. ആ സമയത്ത് ഏതെങ്കിലും പ്രധാനപ്പെട്ട കേസ് ഇൻഫർമേഷൻസ് നമുക്ക് എടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും, ഈ CD ആണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ പെൻഡ്രൈവ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെൻഡ്രൈവ് ആവശ്യപ്പെടാൻ പറ്റത്തില്ല. എന്തായിരുന്നു അന്നത്തെ ഇലക്ട്രോണിക് എക്യുപ്മെൻസും ആ ഇലക്ട്രോണിക് എക്യുപ്മെൻസ് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും. ഓക്കെ, അതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഒന്നാമത് നമുക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 2I പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എനി ഡോക്യുമെൻറ്റ്, മാൻസ്ക്രിപ്റ്റ് ആൻഡ് ഫയൽ. ഏതെങ്കിലും ഡോക്യുമെൻ്റ് ആവാം. മാൻസ്ക്രിപ്റ്റ് ആൻഡ് ഫയൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓരോ കേസിനെ സംബന്ധിച്ചും ചില ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്ക് മിക്കപ്പോഴും ഗവൺമെൻറ് അതോറിറ്റീസ് പുറപ്പെടുവിക്കുന്ന മാൻസ്ക്രിപ്റ്റുകളുണ്ട്. അതിലെ ഡോക്യുമെൻ്റാണ്. പിന്നെ പറയുന്നത് മൈക്രോഫിലിം, മൈക്രോഫിഷ് ആൻഡ് ഫാസിമേ കോപ്പി ഓഫ് ദി ഡോക്യുമെൻ്റ്. ഈ ഡോക്യുമെൻറ്റിൻ്റെ ഏതെങ്കിലും ഷോർട്ടായിട്ടുള്ള ഈ പറഞ്ഞ ഈ ഇൻഫർമേഷൻ ഹാക്ക് ചെയ്യുന്ന ആളുകളൊക്കെ, അങ്ങനെയുള്ള വരുന്നവർക്കൊക്കെ ഇതുപോലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇൻഫർമേഷൻസാണ് അവർക്ക് എടുക്കാറുള്ളത്. അങ്ങനെയുള്ള സാധനങ്ങളടുത്ത് പിന്നെ പറഞ്ഞാൽ എനി അതർ മെറ്റീരിയൽ പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ ഓർ എനി അതർ ഡിവൈസ്. ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ, അതിൻ്റെ പെരിഫറൽസോ, അല്ലെങ്കിൽ പിന്നെ പറയുന്ന അതുപോലെ ഏതെങ്കിലും ഇൻഫർമേഷൻ, ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയും. ഉദാഹരണം ടേപ്പ് റെക്കോർഡർ ആവാം, പിന്നെ എന്താണ് വാക്മാൻ എന്ന് പറഞ്ഞ സാധനം പഴയ ഇതാവാം, അല്ലെങ്കിൽ പിന്നെ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്ത സാധാ CD, VCR, VCP ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതേതും അതിൻ്റെ അകത്ത് കാറ്റഗറി. ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാൻ പറ്റും? റെക്കോർഡായിട്ട് പരിഗണിക്കാൻ പറ്റും. അടുത്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, വിവരാവകാശം. റൈറ്റ് ടു ഇൻഫർമേഷൻ മീൻസ് the right to information accessible under this act which is held by or under the control of any public authority and includes the right to എല്ലാ ആളുകൾക്കും ഇവരവകാശത്തിലുള്ള ഇതുണ്ട്. എന്തൊക്കെയാണ്? ഇൻസ്പെക്ഷൻ ഓഫ് എ വർക്ക് ഡോക്യുമെൻ്റ് റെക്കോർഡ്, പിന്നെ ടേക്കിംഗ് നോട്ട്സ്, എക്സ്ട്രാക്ട്സ് ഓർ സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഓർ റെക്കോർഡ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ റെക്കോർഡുകളുടെയോ ഡോക്യുമെൻറ്റുകളുടെയോ സർട്ടിഫൈഡ് കോപ്പികൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നോട്ട്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പറഞ്ഞാൽ ടേക്കിംഗ് സർട്ടിഫൈഡ് സാമ്പിൾസ് ഓഫ് മെറ്റീരിയൽ, ഒബ്റ്റെയിനിങ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് അണ്ടർലൈൻ ചെയ്യുക, ഡിസ്കറ്റ്, ഫ്ലോപ്പി, ടൈപ്സ്, വീഡിയോ കാസറ്റ് or in any other electronic modes or through printouts where such information in stores in a computer or in any other device. ഈ പറഞ്ഞ കമ്പ്യൂട്ടറുമായി അല്ലെങ്കിൽ അതുപോലെ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട ആക്സസ് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളെയും നമുക്ക് ഇന്ന് പിടിക്കാൻ സാധിക്കും. ഇത് RTIയുടെ കാറ്റഗറി വരും. അടുത്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അത് ഇതിങ്ങനെ ഒന്ന് വിവരാവകാശ നിയമം എടുക്കുന്ന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, to set out a practical regimen of rights to information of citizens of the state. അതായത് ഒരു സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിലെ ഇൻഫർമേഷൻ ആളുകൾക്ക് ഇൻഫർമേഷൻ, വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം എന്ന് പറയുന്ന
അത് നമ്മൾ നിലവിൽ കൊണ്ടുവരുന്ന നടപ്പിൽ വരുന്നതാണ്. 2, ടു സെക്യൂർ ആക്സസ് ടു ഇൻഫർമേഷൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് പബ്ലിക് അതോറിറ്റീസ്. രണ്ടാമത്തെ പറയുന്നതാണ് പൊതു സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള വിവരങ്ങൾ അറിയുന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം പറഞ്ഞത്. 3, പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദ വർക്കിംഗ് ഓഫ് പബ്ലിക് അതോറിറ്റി ഇല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് രണ്ടാമത്തെ. പിന്നെ 4, ടു ഇൻക്രീസ് സിറ്റിസൺസ് അവയർനെസ് ആൻഡ് എബിലിറ്റി ടു എക്സസൈസ് ദെയർ അതർ റൈറ്റ്സ്. അതായത് ഈ പറയുന്ന പൗരന്മാർക്ക് മറ്റെന്തൊക്കെ അവകാശങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അടുത്ത 5, ടു എക്വിപ്പ് ദം ടു പാർട്ടിസിപ്പേറ്റ് മീനിങ് ഇൻ ദി ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. ഓക്കെ, പിന്നെ പറയുന്നത് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വളരെ ആക്റ്റീവായി തന്നെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ ഫീച്ചേഴ്സ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് ഓബ്ലിഗേഷൻസ് ഓഫ് പബ്ലിക് അതോറിറ്റീസ്. അതായത് പബ്ലിക് അതോറിറ്റീസ് ചെയ്യേണ്ട അവരുടെ കടമകളല്ലേ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്, എവരി പബ്ലിക് അതോറിറ്റി ഷാൽ, എല്ലാ പബ്ലിക് അതോറിറ്റിയും നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം, ഇതിന് വിധേയപ്പെട്ടവരാണ്. ദാറ്റ് മീൻസ് ദേ ആർ ലയബിൾ ടു ഗീവ് എനി ഇൻഫർമേഷൻ demanded by any citizen. Okay, maintain all its records duly catalogued and indexed in a manner and the form which facilitates the right to information under this act, and ensure that all records they are appropriate to be computerized are within a reasonable time and subject to availability of resources, computerized and connected through a network all over the country on different systems so that ആക്സസ് ടു സച്ച് റെക്കോർഡ്സ് ആർ ഫെസിലിറ്റേറ്റഡ്. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പബ്ലിക് അതോറിറ്റീസിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നതാണ് എല്ലാ പബ്ലിക് അതോറിറ്റികളും നിർബന്ധമായും ഇൻഫർമേഷൻ എന്ത് ചെയ്തിരിക്കുക, കളക്ട് ചെയ്തിരിക്കുക. ആ ഇൻഫർമേഷനെ സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്ത് എന്ത് ചെയ്യുകയാണ്, അവർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് കൃത്യമായി അതിനെ സോർട്ട് ചെയ്ത് ഇൻഡെക്സ് ചെയ്ത് കമ്പ്യൂട്ടറിൽ കയറ്റേണ്ട സാധനങ്ങളാണെങ്കിൽ കമ്പ്യൂട്ടറൈസേഷൻ വരുത്തി അതിൻ്റെ എല്ലാവിധമായ ഫോർമാറ്റുകളും രേഖപ്പെടുത്തി വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെ ഇൻഫർമേഷൻ ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പബ്ലിഷ് within 120 days from the enactment of this act. That means the particulars of its organization, functions and duties, the powers and duty of its officers and employees, the procedure followed in the decision making process including channels of supervision and accountability, the norms set by it for the discharge of its functions. അതായത് ഇറ്റ് മസ്റ്റ് പബ്ലിഷ് വിതിൻ 120 days. 120 ദിവസത്തിനകം എന്ത് ചെയ്തിരിക്കണം, ഇതിൻ്റെ പബ്ലിക്കേഷൻ മറ്റു കാര്യങ്ങളൊന്നും നിർബന്ധമായി ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് താഴെയുള്ള അടുത്ത പേജിലേക്ക് നോക്കുക. സി നോക്കുക. പബ്ലിഷ് ഓൾ റെലവൻറ്റ് ഫാക്ട്സ് വൈൽ ഫോർമുലേറ്റിംഗ് ഇമ്പോർട്ടൻറ്റ് പോളിസീസ് ഓർ അനൗൺസിങ് ദി ഡിസിഷൻ വിച്ച് അഫക്റ്റ് പബ്ലിക്. അതായത് റെലവൻറ്റ് ഫാക്ട്സ് എന്താണോ നമ്മൾ ചോദിക്കുന്നത്, അതിൻ്റെ ഏറ്റവും അർത്ഥവത്തായ കാര്യം എന്താണോ അത് പബ്ലിഷ് ചെയ്തിരിക്കണം. എങ്ങനെയാണ്, ഇമ്പോർട്ടൻ്റ് പോളിസീസ് ഓർ അനൗൺസ്മെൻറ്റ് ഡിസിഷൻസ് അഫക്ട്സ് ദി പബ്ലിക് എന്നാണ് പറഞ്ഞത്. ഇത് പബ്ലിക്കിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നിർബന്ധമായി പറയുന്ന ഡ്യൂറേഷൻ്റെ അകത്ത് തന്നെ നിർബന്ധം ഇത് ചെയ്തിരിക്കണം. 2, പ്രൊവൈഡ് എ റീസൺ ഫോർ ഇറ്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ പാസീവ് ജുഡീഷ്യൽ ഡിസിഷൻസ് ടു അഫക്റ്റ് പേഴ്സൺസ്. അതിൽ പറഞ്ഞിരിക്കുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് ഭരണനിർവഹണമായ അല്ലെങ്കിൽ ജുഡീഷ്യലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെ ഒത്തിരി ആളുകൾ അഫക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എൻ്റയർ സിസ്റ്റത്തെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4.7 പ്രൊസീജിയർ ഫോർ റിക്വസ്റ്റ് ഓഫ് ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ പ്രൊസീജിയർ എന്താണ്, ദാറ്റ് ഈസ് റൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയർ എന്താണ്. A person who desires to obtain any information under this act shall make a request in writing or through electronic means in English or Hindi or in the official language of the area in which the application is being made, accompanying such a fee as may be prescribed to. ആർക്കാണ് ഇൻഫർമേഷൻ വേണ്ടത് ആ വ്യക്തി ഒന്നെങ്കിൽ
പേപ്പറിൽ എഴുതുക, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിരുന്നത് ഇലക്ട്രോണിക് ഫോമിൽ കൊടുക്കുക. ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെയാണ് അതിൽ എഴുതാൻ. ഒഫീഷ്യൽ ലാംഗ്വേജ് യൂസ് ചെയ്ത് ഏതാണോ ആ ഏരിയ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു എന്താണ് ബംഗാളിലേക്കാണ് വിടുന്നത്, അല്ലെങ്കിൽ ഹരിയാനയിലേക്കാണ് വിടുന്നത്, മലയാളത്തിൽ എഴുതി കൊടുത്തു ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ ഒരു ഏരിയയുടെ ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇൻഫർമേഷൻ ചോദിക്കണം. പിന്നെയുള്ളത് സെൻട്രൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോട് സ്റ്റേറ്റ് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആസ് ദി കേസ് മേ ബി. പിന്നെ പറയുന്നതാണ് ഈ പറയുന്ന വ്യക്തികൾ കേട്ടോ, ഈ എപ്പോഴും ഈ റൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്ന എപ്പോഴും ഇങ്ങനെയാണ് വരുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി ഉള്ള ഒരാൾ ഈ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം ഉണ്ട്, നമ്മുടെ കോളേജിലുണ്ട്, ഇവിടെ ഉള്ളതാണ്. അപ്പോൾ അവർക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൊടുക്കുന്നത്. സ്പെസിഫൈങ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ദി ഇൻഫർമേഷൻ സെർവ്ഡ് ബൈ ഹിം provided that such a request cannot be made in the central public information officer or the state public information officer, as the case may be, shall render all reasonable resistance to the person making the request orally to reduce the same in writing. An applicant making a request for information shall not be required to give any reason for requesting the information or any other personal details except those that may be necessary for conducting him. അതായത് പറയുന്നതിനാണ്, ഈ റിക്വസ്റ്റ് കൊടുക്കുന്ന വ്യക്തിയുടെ പേര് മാത്രം അല്ലാതെ, ക്ലിയർ ആകണം, എടുക്കുന്ന ആളുടെ കോൺടാക്ട് അഡ്രസ്സ് അല്ലാതെ, അതുകൊണ്ട് ഇത് എന്തിനു വേണ്ടിയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്, ഇത് എന്താവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത, വേർ ആൻ ആപ്ലിക്കേഷൻ ഈസ് മെയ്ഡ് ടു എ പബ്ലിക് അതോറിറ്റി റിക്വസ്റ്റിംഗ് ഫോർ ആൻ ഇൻഫർമേഷൻ. വേർ ആൻ ആപ്ലിക്കേഷൻ ഈസ് മെയ്ഡ് ടു എ പബ്ലിക് അതോറിറ്റി റിക്വസ്റ്റിംഗ് ഫോർ ആൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നതാണ് വിച്ച് ഈസ് ഹെൽഡ് ബൈ അനദർ പബ്ലിക് അതോറിറ്റി ഓർ എങ്ങനെയുള്ള ഇൻഫർമേഷനാണ് കളക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് വേറെ വിച്ച് ഈസ് ഹെൽഡ് ബൈ ദി എനി അതർ ഓർ അനദർ പബ്ലിക് അതോറിറ്റി, മറ്റേതെങ്കിലും പബ്ലിക് അതോറിറ്റി കയ്യിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണെങ്കിൽ അതൊന്ന്. രണ്ട്, ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദിസ് ഈസ് മോർ ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ ഫങ്ഷൻസ് ഓഫ് അനദർ പബ്ലിക് അതോറിറ്റി. അടുത്ത് പറയുന്നതാണ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദിസ് ഈസ് മോർ. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്, ദാറ്റ് മസ്റ്റ് ബി ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ ഫങ്ഷൻസ് ഓഫ് അനദർ പബ്ലിക് അതോറിറ്റി. ഇത് എന്ത് ചെയ്തിരിക്കണം, മറ്റു പബ്ലിക് അതോറിറ്റിയായിട്ട് ഇത് നിർബന്ധമായും ക്ലോസ്ലി റിലേറ്റഡ് ചെയ്യണം, അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കണമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന ടൈം ലിമിറ്റാണ് പറയുന്നത്. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇത് എല്ലാ സിറ്റിസണും അറിഞ്ഞിരിക്കേണ്ടതാണ്. ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓൺ റെസിപ്റ്റ് ഓഫ് എ റിക്വസ്റ്റ് ഷാൽ ആസ് എക്സ്പെഡീഷ്യസ്ലി ആസ് പോസിബിൾ and in any case within 13 days of the receipt of the request either provide the information or reject the request. ഒന്നെങ്കിൽ ആ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ക്ലിയർ ആയിട്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായി 30 ദിവസത്തിനകം തന്നെ എന്ത് ചെയ്തിരിക്കണം, 30 ദിവസത്തിനകം തന്നെ റിക്വസ്റ്റിൻ്റെ ഉത്തരം നിങ്ങൾ നിർബന്ധമായി എന്ത് ചെയ്തിരിക്കുക, കൊടുക്കണമെന്നാണ് പറയുന്നത്. രണ്ടാണ് പറയുന്നത്, വേർ ദ ഇൻഫർമേഷൻ സോട്ട് കൺസേൺസ് ദി ലൈഫ് ഓർ liberty of a person, the same shall be provided within 48 hours of the receipt of the request. അണ്ടർലൈൻ ചെയ്യണം. ഇതിൽ നമ്മൾ ആരായുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയോ ആ മനുഷ്യൻ്റെ ജീവനെയോ കുറിച്ച് പറയുന്നതാണെങ്കിൽ 48 മണിക്കൂറിനകം അതിൻ്റെ ഉത്തരം കൊടുത്തിരിക്കണം. അടുത്ത പറയുന്നതാണ്, ഇഫ് ദ ആപ്ലിക്കേഷൻ ഈസ് ഗിവൺ ടു ദി അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 5 days to be added to the normal response period. പിന്നെ പറയുന്നതാണ്, ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെന്ന് പറഞ്ഞാൽ മെയിൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ അസിസ്റ്റൻ്റാണ് കൊടുക്കുന്നതെങ്കിൽ 5 ദിവസം കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ റെസ്പോൺസ് കിട്ടാനായിട്ട് കൊടുത്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്താണ് പറയുന്നത്, ഫീസ് പേയബിൾ ഫോർ റിസീവിങ് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഫീസ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ₹10 ഓൺ എവരി ആപ്ലിക്കേഷൻ ഇൻ ഫോം എ. ഫോം എ എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആ ഫോം എഴുതിലൂടെ എന്ത് ചെയ്തിരിക്കണം, 10 രൂപയുടെ റൺ സ്റ്റാമ്പാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ₹2 ഫോർ ഈച്ച് പേജ് A4 ഓർ A3 സൈസ് പേപ്പേഴ്സ് ക്രിയേറ്റഡ് ഓർ കോപ്പിയുടെ. ഒന്നെങ്കിൽ കോപ്പി എടുത്താവാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ പോലെ എഴുതി എടുക്കുക ഇങ്ങോട്ട് എഴുതുന്നതാവാം. അങ്ങനെ എന്തായാലും ഓരോ അഡീഷണൽ പേജിൻ്റെ അകത്ത്
₹2 ആണ് പറയുന്നത്, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പിന്നെയാണ് ആക്ച്വൽ ചാർജ് ഓർ കോസ്റ്റ് പ്രൈസ് ഓഫ് എ കോപ്പി ഇൻ ലാർജ് സൈസ് പേപ്പർ. അതായത് എക്സാക്റ്റ് ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞിരുന്ന പൈസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലാർജ് സൈസ് പേപ്പറിൻ്റെ ഇത് കൺസേൺ ചെയ്താണ്. ചെറിയ നമ്മുടെ വീട്ടിൽ കൊണ്ടിരുന്ന പത്രത്തിൻ്റെ കൂടെ കിട്ടുന്ന നോട്ടീസോ അല്ലെങ്കിൽ ചെറിയ പരസ്യത്തിൻ്റെ പേപ്പറുകളോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് പറയുന്നത് ₹50 പെർ ഫ്ലോപ്പി ഓർ CD ഡിസ്കറ്റ്. ₹50 കൂടെ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ കൂടെ കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തിനു വേണ്ടിയാണ്? CD അല്ലെങ്കിൽ ഫ്ലോപ്പിയിലാണ് വിവരങ്ങൾ ഇങ്ങോട്ട് മേടിക്കുന്നെങ്കിൽ പ്ലെയിൻ CD അത് അവർ കൊടുക്കത്തില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്, ₹50 കൊടുക്കണമെന്ന് പറയുന്നത്. അടുത്ത ഫോർ ഇൻസ്പെക്ഷൻ ഓഫ് റെക്കോർഡ്സ് ₹10 ഫോർ ദ ഫസ്റ്റ് അവർ ആൻഡ് എ ഫീ ഓഫ് ₹50 ഫോർ ഈച്ച് അഡീഷണൽ അവേഴ്സ് ഓർ ഫ്രാക്ഷൻ ദെയർ ആഫ്റ്റർ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇൻഫർമേഷൻ ഇങ്ങനെ എഴുതി മേടിക്കുന്നില്ല, പകരം എന്താണ് ഇൻഫർമേഷൻ നമുക്ക് അവിടെ ഇൻസ്പെക്ഷനാണ്. ഉദാഹരണം ഇപ്പം ഒരു മ്യൂസിയമാണെന്ന് നോക്കുക, ആ മ്യൂസിയത്തിൽ ഇന്ന ഡയമണ്ട് ഇരിപ്പുണ്ടോ അല്ലെങ്കിൽ ഇന്ന ക്രൗൺ ഇരിപ്പുണ്ടോ, ഇതാണ് നമ്മുടെ ഒരു RTI എന്ന് പറയുന്നത്. അതാണ് നമുക്ക് അറിയേണ്ട വിവരം. അല്ലെങ്കിൽ ഇന്ന പെയിൻറ്റിങ് ഉണ്ട്, ആ പെയിൻറ്റിങ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ 1 മണിക്കൂറാണെങ്കിൽ ₹10 പിന്നെയുള്ള അഡീഷണൽ ആണെങ്കിൽ ₹50 പിന്നെയുള്ള ഓരോ മണിക്കൂറുകളും ഇവിടെ ഈടാക്കുന്നത്. അടുത്ത പറഞ്ഞത് ദ ഫീ ഫോർ ഫയലിംഗ് അപ്പീൽ ഷാൽ ബി ₹15 പറയുന്നത്. അപ്പീൽ ഫീസായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ അതിന്മേൽ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ മെയ്ഡ് അപ്പീൽ. ഓക്കെ, അതാണ് ₹15 പറയുന്നത്. ഇനി പറയുന്നതാണ് ഗ്രൗണ്ട് ഓഫ് റിജക്ഷൻ. എങ്ങനെയാണ് ഒരു സെക്ഷൻ 8 പ്രകാരം എങ്ങനെയാവാം ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്. ഇഫ് ദി ഓർഗനൈസേഷൻ ഈസ് നോട്ട് എ പബ്ലിക് അതോറിറ്റി സച്ച് ആസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി or a private cooperative or institution not substantially financed or controlled by the government. ഇങ്ങനെയാണ് പറയുന്നത്. അടുത്തതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഏതെങ്കിലും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന അതോറിറ്റി എന്ന് പറയുന്നത് അതോറിറ്റി എന്തല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പബ്ലിക് അതോറിറ്റി. അതൊരു പബ്ലിക് അതോറിറ്റി അല്ലാതെ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കോർപ്പറേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഗവൺമെൻറ് അല്ല എങ്കിൽ അവരതെന്ത് ചെയ്യത്തില്ല, അക്സെപ്റ്റ് ചെയ്യാതെ റിജക്റ്റ് ചെയ്തിരിക്കും. രണ്ട് പറയുന്നതാണ് ഇഫ് ദി ഇൻഫർമേഷൻ ഈസ് നോട്ട് കമ്മിങ് അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. RTIയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് യാതൊരുവിധ റെലവൻസും ഇല്ലാത്ത ഒരു ഇൻഫർമേഷനാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അതും എന്ത് ചെയ്യും, നിർബന്ധമായിട്ട് അത് റിജക്റ്റ് ചെയ്തിരിക്കും. 3, ദ ഇൻഫർമേഷൻ ആസ്ക്ഡ് ഫോർ ഫോൾസ് ഇൻ ദ എക്സംഷൻസ് ഓഫ് സെക്ഷൻ 8 ഓഫ് ദി ആക്ട്. ദ എക്സംഷൻ അണ്ടർ ദ ആക്ട് ഏതൊക്കെയാണ്? സെക്ഷൻ 8 പ്രകാരം പറയുന്ന എക്സംഷൻസ് ആണ്. ഒന്ന് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ഓഫ് വിച്ച് വുഡ് prejudicially affects the sovereignty and integrity of the India. അതായത് ഇന്ത്യയുടെ പരമാധികാരത്തെയും ഭരണത്തെയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അവ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ സെക്യൂരിറ്റി, എന്താണ് സയൻറ്റിഫിക് ഓർ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്, റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ് ഓർ ലീഡ് ടു ഇൻസൈറ്റ്മെൻറ്റ് ഓഫ് ഒഫൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ നിർബന്ധമായി റിജക്റ്റ് ചെയ്തിരിക്കും. 2, ഇൻഫർമേഷൻ which has been expressly forbidden to be published by any court of law or tribunal or the disclosure of which may constitute contempt of court. അതായത് കോടതിയിലെ കേസ് വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആണെങ്കിൽ അതിൻ്റെ ഇത്ര സ്റ്റേജ് വരെ എന്താണ് അതിൻ്റെ അപ്പീൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഫർമേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ അതും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ഒരു കാരണവശാലും ഇവർ ഗ്രാൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ്. പിന്നെ പറയുന്നതാണ് ഇൻഫർമേഷൻ ദ ഡിസ്ക്ലോഷർ വിച്ച് വുഡ് ബി ഇസ് കോസ് എ ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ഓഫ് പാർലമെൻറ്റ് ഓർ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതായത് നമ്മുടെ സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയോ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെയോ പ്രിവിലേജുകളെ ബ്രീച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഖണ്ഡിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് അവർ ചെയ്യത്തില്ല. പിന്നെ പറയുന്നതാണ് ഇൻക്ലൂഡിങ് പോയിന്റ് ഡി നോക്കുക. ഇൻഫർമേഷൻ ഇൻക്ലൂഡിങ് കൊമേഴ്സ്യൽ കോൺഫിഡൻസ്, ട്രേഡ് സീക്രട്സ് ഓർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഓക്കെ, ഇവർ IPR എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, പിന്നെ ട്രേഡ് സീക്രട്സ്, കഞ്ചാവിൻ്റെ പണമുണ്ട്, ഇങ്ങനെയുള്ള പൈസകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചോദിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ പറയുന്നതാണ് ഇൻഫർമേഷൻ അവൈലബിൾ ടു എ പേഴ്സൺ ഇൻ ഹിസ് fiduciary relationship unless the competent authority is satisfied that the
ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് വാറൻസ് ദി ഡിസ്ക്ലോഷർ ഓഫ് സച്ച് ട്രാൻസാക്ഷൻ. പിന്നെ പറഞ്ഞാണ് ഇൻഫർമേഷൻ റിസീവ്ഡ് ഇൻ കോൺഫിഡൻസ് ഫ്രം ഫോറിൻ ഗവൺമെൻറ്, വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്ന ഇതിപ്പോൾ അമേരിക്കയിലുള്ള കരാറുകളോ അങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇത്രയുടെ വിമാനം കാര്യങ്ങൾ മേടിക്കുന്നത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ അതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതും ഇതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ പറയുന്നതാണ് ഇൻഫർമേഷൻ ടു ഡിസ്ക്ലോഷർ ഓഫ് വിച്ച് വുഡ് എൻഡേഞ്ചർ ദി ലൈഫ് ഓർ ഫിസിക്കൽ സേഫ്റ്റി ഓഫ് എനി പേഴ്സൺ ഓർ ഐഡൻറ്റിഫൈ ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓർ അസിസ്റ്റൻസ് ഗിവൺ ഇൻ കോൺഫിഡൻസ് ഫോർ ലോ എൻഫോഴ്സ്മെൻറ്റ് ഓർ സെക്യൂരിറ്റി പർപ്പസുകൾ. ഇത് തന്നെയാണ് രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് പറയുന്നതും. പിന്നെ എന്താണ് നിയമങ്ങൾ, അതുപോലെ തന്നെ ഈ വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ തുടങ്ങിയിട്ടുള്ള കോൺഫിഡൻഷ്യലായിട്ട് പബ്ലിക്ക് അറിയാനായിട്ട് ശരിക്കും അത് പറ്റത്തില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും, നിർബന്ധമായിട്ട് ഇവരത് അതിൻ്റെ അകത്തുനിന്ന് തടഞ്ഞിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നതാണ് ഇൻഫർമേഷൻ വിച്ച് വുഡ് ഇംപെയർ ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓർ അപ്രഹെൻഷൻ. അത് നടത്താൻ ചെയ്ത് അത്ര എഴുതിയാൽ മതി. ഇൻവെസ്റ്റിഗേഷൻ ഓർ അപ്രഹെൻഷൻ ഓർ പ്രോസിക്യൂഷൻ ഓഫ് ഒഫൻഡേഴ്സ്, ഏതെങ്കിലും കുറ്റവാളികളുടെ കേസുകളോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കേസുകളോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പേപ്പേഴ്സുകളോ ആണെങ്കിൽ അത് പറ്റത്തില്ല, കൊടുക്കത്തില്ല. പിന്നെ പറഞ്ഞാൽ ക്യാബിനറ്റ് പേപ്പേഴ്സ് ഇൻക്ലൂഡിങ് റെക്കോർഡ്സ് ഓഫ് ഡെലിബറേഷൻസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സെക്രട്ടറീസ് ആൻഡ് അതർ ഓഫീസേഴ്സ്, മന്ത്രിമാരുമായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. ഇനിയുള്ള അപ്പീൽ എന്നുള്ളതാണ് അടുത്ത പോയിന്റിലേക്ക് കയറാൻ പോവുകയാണ്. എന്താണ് അപ്പീൽ എന്നാണ് പഠിക്കുന്നത്. പേജ് നമ്പർ 4.10. An appeal is an application to the higher authority for a decision to be revised, or it is a request made to the court of law to change a previous decision. അതായത് അപ്പീൽ എന്ന് പറയുന്നത് ഓൾറെഡി വന്ന ഒരു തീരുമാനത്തിൽ വീണ്ടും പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന റിവൈസ്ഡ് ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് അപ്പീൽ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പറയുന്നതാണ് ഇത് ഓർത്തോളം കേട്ടോ, RTA ആക്ട് എന്നാണ് 2005 ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ള ഓർത്തോളം. അടുത്ത വരുന്നതാണ് എന്താണ് അഡ്രസ്സിംഗ് ദി അപ്പീൽ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുക. ദി ഫസ്റ്റ് അപ്പീൽ മസ്റ്റ് ബി മൂവ് ടു ദ റെസ്പെക്റ്റീവ് ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റി, FAA പഠിച്ചോളുക. ഡീറ്റെയിൽസ് ഓഫ് ദി ഡെസിഗ്നേറ്റഡ് ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റി കുഡ് ബി ഫൗണ്ട് ഓൺ ദ ഡിസിഷൻ ലെറ്റർ ടു ദി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ദാറ്റ് ഈസ് PIO, official website of RTA or from the office of the PIO. The appeal could also be furnished to the assistant public information officer, would be forwarded to the FAA. Are the circumstances of appeal time limited? Just എന്താണെന്ന് പഠിക്കാം. That is non-response of public information officer within 13 days from the receipt of application. അത് ഓർക്കണം. 30 ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുത്ത് 30 ദിവസത്തിനകം യാതൊരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. അതിന് സമയം ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡേറ്റ് ടൈം ഒന്ന് മാത്രം നടത്താൻ ചെയ്യുക. അപ്പീൽ ക്യാൻ ബി ഫയൽഡ് ആഫ്റ്റർ 37 days ഓഫ് റെസിപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ബൈ PIO ബട്ട് വിതിൻ 16 days ഓഫ് ദി സെയിം. 30 ദിവസം കഴിയുകയും വേണം, അതുപോലെ തന്നെ എന്ത് വേണം, 60 ദിവസത്തിനകത്തും വേണം. അടുത്ത സർക്കംസ്റ്റൻസ് പറയുന്നത് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ത്രൂ assistant public information officer, but the public information officer has not responded for the same within 13 days of the receipt of the application. ഈ പറഞ്ഞത് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുത്തിട്ട് ഈ 30 ഡേയ്സിനത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ തന്നെ എഴുതുക. സെയിം ഡേറ്റ് തന്നെ 37 ദിവസത്തിനകം 30 ഡേയ്സിന് ശേഷവും. അടുത്ത് പറയുന്നത് RTA ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു അതർ public information officer does not respond within 30 days of the receipt of the application. ഈ സെയിം ഡേറ്റ് തന്നെ വരുന്നു. പിന്നെ വരുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇഷ്യൂഡ് എ നോട്ടീസ് ടു തേർഡ് പാർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ദ സെക്ഷൻ 11 subsection 1 but has not responded to the application within 14 days from the receipt of the same. അതായത് മൂന്നാമതൊരാൾക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് ചെയ്യുന്നത്, നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഡേറ്റ് വ്യത്യാസമുണ്ട്. എന്താണ്, 47 ദിവസം കഴിഞ്ഞും 70 ദിവസം, 60 അല്ല, മറ്റേത് 37 10 ആണെങ്കിൽ 37 60 ആണെങ്കിൽ ഇത് 47 70, 10 ദിവസത്തിന് വ്യത്യാസം കൂടുതലുണ്ടെന്ന് ഓർത്താൽ മതി. ഫോർ റിസീവിങ് ഇംപ്രോപ്പർ ഇൻഫർമേഷൻ ഫ്രം ദി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ
demand of inappropriate fee from the public information, etc. The appeal must be filed within 18 days from the date of receipt of the public information officer's application. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്? ഒന്ന്, RT ആപ്ലിക്കേഷൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി, പിന്നെ പറഞ്ഞാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ എന്താണോ റെസ്പോൺസിബിലിറ്റി അതും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കൊടുക്കണം. പിന്നെ പറയുന്നത് ഈ അപ്പീലിന് ബാധകമാകുന്ന ഗ്രൗണ്ട് ചെയ്യുന്ന എന്തൊക്കെ ഇൻഫർമേഷൻ അതിൻ്റെ എല്ലാം കോപ്പി കൊടുക്കണമെന്നാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫീ ആൻഡ് ഫോർമാറ്റാണ് പറയുന്നത്. എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത് പറയുന്നതാണ് ആപ്ലിക്കേഷൻ ഫീ ആൻഡ് ഫോർമാറ്റ്. ഓരോ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് ഇവയിൽ വ്യത്യാസമുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ എടുക്കുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൻ്റെ ഫോർമാറ്റ് കിടപ്പുണ്ട്. യു ക്യാൻ ബി ഏബിൾ ടു ഡൗൺലോഡ്. ഓക്കെ. പിന്നെ ഉള്ളത് ഫാക്സ് നിങ്ങൾ നോക്കുക. എന്താണ് പ്രേയേഴ്സ് നോക്കുക. പ്രേയേഴ്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഡിനോട്ട് ദ പ്രേസ് ടു ബി മെയ്ഡ് ടു ദ FAA. Some of the prayers include an opportunity to be heard before a decision is made. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പേ അത് കേൾക്കാനായിട്ടുള്ള അവസരം കൊടുക്കണമെന്ന് പറയുന്നു. പിന്നെ പാഡൻ ദ ഡിലേ ഒക്യുർഡ് ഡ്യൂറിങ് സബ്മിഷൻ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിൽ വന്ന ഡിലേ, എന്ത് താമസം ഉണ്ടായതിന് ക്ഷമ ചോദിക്കണം. അടുത്തത് ഡിമാൻഡ് ദ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ വിതിൻ 10 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ഡിസിഷൻ ഓഫ് ദി അപ്പീൽ. അപ്പീൽ കിട്ടി 10 ദിവസത്തിനകം എന്ത് ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്? ദി PEO ഓഫ് പ്രൊവൈഡ് ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ഡിമാൻഡ് ദ PEO ടു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ടു പ്രൊവൈഡ് കോമ്പീറ്റൻ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ ഇവർക്ക് എന്ത് ചെയ്തിരിക്കണം? കിട്ടിയിരിക്കണം. പിന്നെ ഡിമാൻഡ് PEO ടു പ്രൊവൈഡ് സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ദി ഇൻഫർമേഷൻ. മറ്റേ എക്സംഷൻ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക. ഏതൊക്കെയാണ് ഹെഡിങ്ങുകൾ മാത്രം ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ വരുന്നത് റൈറ്റ് ടു ആക്സസ് ഇൻഫർമേഷൻ ഓൺ സ്പെസിഫിക് ഇഷ്യൂസ്. ഏതെങ്കിലും പ്രത്യേകതയുള്ള വ്യക്തമായ ഇൻഫർമേഷനിൽ നിന്നും എന്തെങ്കിലും വ്യക്തമായ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്നത്? ഒന്ന് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ട്രാൻസാക്ഷൻ, രണ്ട് ഗവൺമെൻറ് ഡീലിംഗ് ആൻഡ് റിലേറ്റഡ് സർവീസസ് തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ബാക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കാം. താങ്ക് യു.